നിലമ്പൂർ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ സൂചനകളനുസരിച്ച് UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. അൻവറാകട്ടെ 75,000 വോട്ട് ലഭിക്കുമെന്നൊക്കെ പറയുന്നെങ്കിൽ അൻവറിൻ്റെ ആത്മവിശ്വാസം കെടുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ ഒരു ഇലക്ഷനെ എങ്ങനെ വിലയിരുത്താം? തികച്ചും അങ്ങനെ നമ്മൾക്ക് പറയാനായിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ക്യാമ്പ് അങ്ങനെയൊക്കെ പറയുമെങ്കിലും പരിപൂർണമായിട്ടും അതിലേക്ക് എത്താൻ അവിടെ നല്ല പോളിംഗ് ആയിരുന്നു. പക്ഷേ സ്വരാജിനെ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതുകൊണ്ട് മാത്രം നമുക്ക് സ്വരാജിൻ്റെ വിജയസാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പൊതുവേ നമുക്കറിയാം കോൺഗ്രസ്സുകാരൊക്കെ വോട്ട് ചെയ്യാൻ വരുന്നത് സ്വാഭാവികമായിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. അതിൽ നിന്നാണ് നമ്മളൊരു കാരണം മഴയാണെങ്കിൽ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാൻ വരില്ല. അങ്ങനെയൊക്കെ കുറേ പഴയകാല സംഭവങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് എല്ലാവരും വളരെ ആവേശത്തോടെ വന്നത് മുഴുവൻ കോൺഗ്രസ് വോട്ടർമാരാണെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. ഒരു കാര്യം നമുക്ക് സമ്മതിക്കാം, ഈ അൻവർ UDFനെതിരായിട്ട് കളിച്ച കളി കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകളെ കോൺഗ്രസ് എന്ന് പറയുന്ന ആളുകളെ മുഴുവൻ ഐക്യപ്പെടുത്തുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസ്റ്റീജ് വിഷയമായിട്ട് എല്ലാ ദിവസവും അദ്ദേഹം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് എല്ലാവരെയും ഐക്യപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രവർത്തനം കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും ഇപ്പോൾ ഇലക്ഷന് മുന്നുണ്ടായിരുന്ന ഇപ്പോൾ സുധാകരനായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും രമേശ് ചെന്നിത്തലയായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളും ഒക്കെ മറന്ന് ഈ കോൺഗ്രസിൻ്റെ സുധാകരൻ കുറേയൊക്കെ അൻവറിന് വേണ്ടി നല്ല രീതിയിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രസ്റ്റീജ് വിഷയമായിട്ട് മാറുന്ന ഒരവസ്ഥ അൻവർ തന്നെ ഉണ്ടാക്കി. അൻവർ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചും ഈവൻ സ്ഥാനാർത്ഥിക്കെതിരെ ഈ ലാസ്റ്റ് പറഞ്ഞതും ഷൗക്കത്ത് ജയിക്കില്ല എന്നാണ്. അത് മാത്രമായി അൻവർ മാറ്റി. അൻവറിന്റെ എല്ലാ ക്യാമ്പയിനും ഷൗക്കത്തിനെതിരായിട്ട് മാത്രമായിട്ട് മാറുന്നൊരവസ്ഥ തന്നെ. അപ്പൊ എന്താണ് ഈ LDFനെ ചതിച്ച് LDFന്റെ MLA സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്തു വന്ന ഒരാൾ തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് പേഴ്സണലി ആര്യാടൻ ഷൗക്കത്തിനെ മാത്രം അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. അതുകൊണ്ട് എന്തുണ്ടായി, കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോലും അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് കാരണം യഥാർത്ഥത്തിൽ അൻവർ തന്നെയാണ്. അൻവർ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല എന്നല്ലേ. അൻവറിന് സ്പേസ് കൊടുത്തത് LDF ആണ്. LDFനെ സംബന്ധിച്ച് അൻവറിന് സ്പേസ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് LDFൻ്റെയും കൂടി നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അൻവറിന് സ്പേസ് കിട്ടി വരിക എന്ന് പറഞ്ഞാൽ അൻവറിൻ്റെ വായ പിന്നെ അടക്കില്ല. അപ്പോൾ ആ നിലയിൽ LDFനെ സംബന്ധിച്ച് ഇതൊരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതിലൊരു 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവർ തന്നെ പറഞ്ഞ കാര്യം ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തലായിരിക്കുമെന്ന് പറഞ്ഞ കാര്യം ഭരണത്തിൻ്റെ വിലയിരുത്തലായിരിക്കുന്നു UDFും പറയുന്ന അവസ്ഥയിൽ. മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള രഥമാണ് എന്ന് ഇപ്പോൾ ഷാഫി പറമ്പിലും വിഷ്ണുനാഥ് അടക്കമുള്ള ആളുകൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് UDF അവിടെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് അത് വലിയ ഡാമേജ് തന്നെയാണ്. കാരണം അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അഴിമതി ആരോപണത്തിൻ്റെ പേരിലാണ് അൻവർ രാജിവെച്ചത്. അൻവറിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അൻവറിന് പൊളിറ്റിക്സിൽ നിലനിൽക്കേണ്ട കാര്യമില്ല. അൻവറുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പൊളിറ്റിക്സിനെ ഉപയോഗിക്കാൻ വന്ന ഒരാളാണ്. ആ വന്ന ആളെ LDFനെ പോലുള്ള ഒരു കക്ഷികൾ സ്പേസ് കൊടുത്ത് അക്കോമഡേറ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം. അത് ആ തെറ്റിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നികുതി പണത്തിൽ നിന്ന് എത്രയോ കോടികളാണ് ഒരാവശ്യവുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കേണ്ടി വന്നത് എന്നതും വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഷൗക്കത്തിനെ സംബന്ധിച്ച് നേരത്തെ അവിടെ മത്സരിച്ച ഒരാളാണ്. അൻവറിനോട് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വോട്ടിന് തോറ്റിട്ടുള്ള ആളാണ്. ഷൗക്കത്ത് ജയിക്കുക എന്നുള്ള സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാവും. കാരണം ഒരാൾ ഒരു പ്രാവശ്യം നിന്നു, അയാൾ തോറ്റു, അടുത്ത പ്രാവശ്യം അയാൾക്ക് ഒരു അവസരം കൊടുക്കുക എന്ന് പറയുന്ന ചിന്ത തീർച്ചയായും ജനങ്ങൾക്കുണ്ടാവും.
അതും ജനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നാലും സ്വരാജ് അയാളുടെ നാട്ടിലാണ് മത്സരിക്കുന്നുള്ള ഒരു സിമ്പതി അയാൾക്ക് ഉണ്ടാകുമെന്ന്. അതില്ല അതുകൊണ്ടാവില്ല. കാരണം അത് അദ്ദേഹം തന്നെ പലതവണ തൃപ്പൂണിത്തുറയാണ് എൻ്റെ നാട്, ഞാൻ ജനിച്ചത് നിലമ്പൂരാണെങ്കിലും തൃപ്പൂണിത്തുറയാണ് എൻ്റെ നാടെന്നുള്ള ആ വീഡിയോ ഒക്കെ ഒരുപാട് തവണ പിന്നീട് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വികാരം ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റൊന്ന്, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു വസ്തുത, ലീഗാണ് ഇതിനകത്തൊരു തുറുപ്പ് ചീട്ടായി നിൽക്കുന്നത്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത ഭരണം UDF കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എങ്കിലേ അവർക്ക് അധികാരമില്ലാതെ അവർക്ക് ഇപ്പോൾ 10 വർഷത്തോളമായി നിൽക്കുകയാണ്. കുഞ്ഞാലി സാഹിബൊക്കെ വളരെ അസ്വസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ലീഗ് ഇപ്പോൾ ഒരു പാലം വലിച്ചാൽ, ആര്യാടൻ ഷൗക്കത്തിനെതിരായ ഒരു പാലം വലിച്ചാൽ അത് അവരെ ബാധിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ലീഗ് നന്നായി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും ലീഗിനെ സംബന്ധിച്ച് എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നം തന്നെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുക എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ UDFന് നിലനിൽപ്പ് തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും. BJPയിലേക്ക് UDFകാരായിട്ടുള്ള ആളുകൾ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ അൻവർ ഈ 75,000 വോട്ടൊക്കെ പറയുന്നെങ്കിലും ഇപ്പോൾ അറിയുന്ന സൂചനകളനുസരിച്ച് അൻവർ 5,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് നേടുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് LDFൻ്റെ വോട്ടുകളാണ് അൻവർ പിടിക്കുക എന്ന് മനസ്സിലാക്കുന്നത്. അതിനെ എങ്ങനെ വിലയിരുത്താം? തീർച്ചയായിട്ടും അൻവർ പിടിക്കുന്നത് LDFൻ്റെ വോട്ട് തന്നെയായിരിക്കും. കാരണം എന്താ വെച്ചാൽ LDFുമായിട്ടാണ് അയാൾ LDFൻ്റെ MLA ആയിരുന്നു. അവിടുത്തെ നാട്ടുകാരുമായിട്ട് ഉണ്ട് എന്ന് പറയുന്ന ഒരു സൗഹൃദവും ബന്ധവും അയാൾക്ക് LDF ആയിട്ടാണ്. കാരണം UDFകാരുമായിട്ട് നിരന്തരമായി കലഹിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഈ കാലഘട്ടത്തിലെല്ലാം അൻവർ. UDF ഒരു കാരണവശാലും അൻവറിനെ ആ നിലയിൽ സ്വീകരിക്കില്ല. ഇപ്പോൾ UDFൻ്റെ കൂടെയായിരുന്നു അൻവറെങ്കിൽ അവർ പരിഗണിക്കുന്നതല്ലാതെ ഇപ്പോൾ കോൺഗ്രസിനെതിരായിട്ട് ഇത്ര അധികം, അതായത് പിണറായിക്കെതിരായിട്ട് തെറി പറഞ്ഞ് വന്ന് ആ നിലയിൽ അവർക്കൊക്കെ ചിലപ്പോൾ അയാളോടൊരു താല്പര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവസാനം അൻവർ എടുത്ത കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെയല്ല. കാരണം തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിൽ അതിൻ്റെ ഏറ്റവും ഹെഡായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള അതിശക്തമായ ആക്രമണം നിരന്തരമായി വ്യക്തിപരമായിട്ട് ഉന്നയിക്കുകയും അതിൽ നിന്ന് ഒരു തരത്തിലും പുറകോട്ട് പോകാതിരിക്കുകയും അവരുടെ സ്ഥാനാർത്ഥിയെ ഒരിക്കലും, അതായത് എനിക്കെതിരെ മത്സരിച്ച ആര്യാടൻ ഷൗക്കത്ത് ഇനി ജയിക്കരുത് എന്ന് പറയുന്ന, അയാൾക്ക് സീറ്റും കൊടുക്കരുത്, അയാൾ ജയിക്കരുത് എന്ന് പറയുന്ന തികഞ്ഞ വ്യക്തിപരമായിട്ടുള്ള, അതൊരിക്കലും രാഷ്ട്രീയക്കാർക്ക് ചേർന്നില്ല. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല. ഇതിൻ്റെ പ്രാഥമിക പാഠം പോലും ഉൾക്കൊള്ളാത്ത ഒരു ജന്മി മാടമ്പി സ്വഭാവമായിരുന്നു അൻവറിൻ്റേത്. ഈ രാജ്യസഭാ സീറ്റിലേക്ക് സ്വരാജിനെ പരിഗണിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു തോറ്റാൽ. അതിനെ എങ്ങനെ നോക്കിക്കാണാൻ കഴിയും? സ്വരാജ് ആ നിലയിലൊക്കെ നല്ല ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഉള്ളവരെക്കാൾ കുറച്ചും കൂടി ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് പറയാൻ കഴിയുന്ന ഒരാൾ തന്നെയായിരിക്കും സ്വരാജ്. തോറ്റാൽ വേണമെങ്കിൽ അവർക്ക് പരിഗണിക്കാം. അത് നല്ല സ്ഥാനാർത്ഥിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.